അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം ബാബയ്ക്ക് എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും ബ്രാഹ്മണരായ കുട്ടികളുടെയും സ്നേഹസ്മരണകൾ ബാബയ്ക്ക് നൽകി. ബാബയും വളരെയധികം ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഓർമ്മകൾ സ്വീകരിച്ചു. ഓർമ്മകൾ നൽകിക്കൊണ്ട് ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ ഏതെല്ലാം കുട്ടികൾ വന്നിരിക്കുകയാണോ 2 സോണും MP-യിലേതാണ്. വിശേഷിച്ച് അവധേഷ് ദീദിയുടെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ നൽകുമ്പോൾ ബാബ എമർജ് ചെയ്യുന്നു. കാരണം ഒരു ദിവസം മുമ്പേ തന്നെ ബാബയോട് എമർജ് ചെയ്യണം എന്ന് പറയാറുണ്ട്. ബാബ അവധേഷ് ദീദിയെ വതനത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടി, ഈ കുട്ടി തുടക്കം മുതലേ ആദ്യകാലത്തിൽ വന്ന സമയത്ത് ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹിച്ചുകൊണ്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് സ്വയം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. വിശേഷിച്ച് ധൈര്യശാലിയായി ധൈര്യത്തോടുകൂടി പോയിക്കൊണ്ടിരുന്നു. ബാബയുടെ സേവനത്തിൻ്റെ താല്പര്യത്തിൽ മഗ്നമായി പോയിക്കൊണ്ടിരുന്നു. ബാബ പറഞ്ഞു, കുട്ടികളുടെ വിശേഷ ഗുണങ്ങളായാലും വിശേഷതയായാലും അത് ബാബയുടെ കുട്ടി ആകാത്തത് വരെയും ജീവിതത്തിൽ ആ വിശേഷതകൾ വരുന്നില്ല. എന്നാൽ ബാബയുടേതായിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ബാബയുടെ വിശേഷതകളും ജീവിതത്തിൽ ധാരണകളും ഓട്ടോമാറ്റിക്കായി വരാൻ തുടങ്ങുന്നു. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധേഷ് ദീദിയും സാക്ഷിയായി ബാബയുടെ നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു, കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി. ബാബ മുകളിൽ ഇരുന്നു കൊണ്ട് വിശേഷിച്ച് ഈ ഒരു ദൃശ്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വന്നുകൊണ്ടും ഇരിക്കുന്നു, വരാൻ പോകുന്നവരുമുണ്ട്. കൂടുതലും പുതിയ കുട്ടികൾ വരുന്നു. ആ കുട്ടികൾ ബാബയെയും മമ്മയെയും കണ്ടിട്ടില്ല, ദാദിമാരെ കണ്ടിട്ടില്ല. അപ്പോൾ ബീജം അത്ര ശക്തിശാലിയല്ല, ഫൗണ്ടേഷൻ ഉറച്ചതല്ല. ബീജം പവർഫുൾ ആകേണ്ടതും ഫൗണ്ടേഷൻ ഉറച്ചതാകേണ്ടതും വളരെയധികം ആവശ്യമാണ്. ബാബ പറഞ്ഞു, എപ്രകാരമാണോ പഴയ കുട്ടികൾ തങ്ങളുടെ ജീവിതകാലത്തിൽ ദാദിമാരുടെയും മമ്മയുടെയും ബാബയുടെയും കാര്യങ്ങൾ കേട്ടു, പുസ്തകങ്ങൾ പഠിച്ചു, അപ്പോൾ ഇന്ന് ആ കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ആ ശിക്ഷണങ്ങൾ ധാരണ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ വിശേഷിച്ച് 4 ഭാഗത്തും നോക്കുമ്പോൾ ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ വീട്ടിൽ ദിനം പ്രതിദിനം പുതിയ കുട്ടികൾ വന്നുകൊണ്ടുമിരിക്കുന്നു, വരാനും പോകുന്നു. ബാബ പറഞ്ഞു, എപ്രകാരമാണോ ബാബയും മമ്മയും ദാദിമാരും ജ്ഞാനത്തിൻ്റെ ബീജം ഇട്ടുവോ അതിലൂടെ ഇന്നും അത് ഫലഭൂവിഷ്ടം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എപ്പോഴും പറയുന്നു, നമുക്ക് യോഗം നടക്കുന്നില്ല, നമുക്ക് സ്ഥിതി ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാബ ഇന്ന് എല്ലാവർക്കും ഈ ഒരു ലെസൺ അഥവാ പാഠം ഉറപ്പിച്ചു. ബാബ പറഞ്ഞു, ആരാണോ സ്തംഭങ്ങളായ ദാദിമാർ അവരുടെ ജ്ഞാനത്തിൻ്റെയും ഓർമ്മയുടെ സ്വരൂപത്തിൻ്റെയും പുസ്തകങ്ങൾ ഏതെല്ലാം ഉണ്ടോ ഏറ്റവും കുറഞ്ഞത് കുട്ടികൾ അത് അധ്യയനം ചെയ്യണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന കുട്ടികൾക്ക് മനസ്സിലാകും വാസ്തവത്തിൽ ഈ യജ്ഞം എന്താണെന്ന്, ദാദിമാർ എന്താണെന്ന്. അപ്പോൾ അവർക്ക് ആ ശക്തിയും ഓട്ടോമാറ്റിക്കലി ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം
ഇവർ, അതായത് പുതിയതായി വന്നു ചേർന്ന കുട്ടികൾ, ഇന്നത്തെ സമയത്ത് ഒന്നും കണ്ടിട്ടില്ല. പുറമേയുള്ള അന്തരീക്ഷത്തിൽ നിന്നുമാണ് ബാബയുടെ വീട്ടിൽ വരുന്നത്. ബഹിർമുഖരായി കണ്ടുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ബാബ വിശേഷിച്ച് പുതിയ കുട്ടികളെ പ്രതി ഇത് കേൾപ്പിക്കുകയാണ്. വിശേഷിച്ച് ബാബയുടെ പുതിയ കുട്ടികളും തങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ബീജം അത്രയും പവർഫുള്ളും ശക്തിശാലിയും ആക്കണം, പഴയ കുട്ടികൾ ചെയ്തതുപോലെ. ബാബ മുഴുവൻ സഭയെയും നോക്കിക്കൊണ്ട്, ബ്രാഹ്മണ കുട്ടികളെയും നോക്കിക്കൊണ്ട് കേൾപ്പിക്കുകയാണ് എന്ന് തോന്നി. ഈ കാര്യം ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വരുന്ന കുട്ടികൾ മമ്മയെയും ബാബയെയും പോലെയല്ല, എന്നാൽ ദാദിമാർക്ക് സമാനമായി മാറുകയാണെങ്കിലും അവരുടെ ജീവിതം വളരെയധികം ധന്യമാകുന്നു. ഇങ്ങനെ എല്ലാവർക്കും പുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള ബാബയുടെ സൂക്ഷ്മ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവതേഷ് ദീദിയും ബാബയോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ദീദിയും ബാബയുടെ കാര്യങ്ങൾ കേട്ട് അതെ അതെ എന്ന രീതിയിൽ ശിരസ് കുലുക്കുന്നുണ്ടായിരുന്നു. ദീദി പറഞ്ഞു, ഇന്നത്തെ സഹോദരി സഹോദരന്മാർക്ക് വിശേഷിച്ച് ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും ആവശ്യമുണ്ട്. ബാബ പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്. ബാബ എല്ലാവരുടെയും അടുക്കൽ ചുറ്റി സഞ്ചരിക്കുന്നതായി തോന്നി. ബാബ പറഞ്ഞു, എല്ലാവരുടെയും മന്ത്രം ഒന്ന് തന്നെയാണ്, ഓർമ്മ. എന്നാൽ ഓർമ്മിക്കുന്നതിൻ്റെയും ബീജം ജ്ഞാനമാണ്. ആ ബീജത്തെ പവർഫുള്ളും ശക്തിശാലിയും ആക്കണം. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ അവതേഷ് ദീദിയെയും ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ഭോഗിലും ഭാവനയും ശക്തിയും നിറഞ്ഞിരിക്കുന്നു. ബാബയും കുട്ടികളെ വതനത്തിലേക്ക് വിളിച്ച് ഭോഗ് സ്വീകരിപ്പിക്കുന്നു. പിന്നെ മറ്റ് പല ആത്മാക്കളുടെയും ഭോഗ് ആയിരുന്നു. ബാബ അവരെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.